بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. സൂഫി ചിന്തകൾ എന്ന മേൽവിലാസത്തിലാണ് ഒരു വിഷയം നമ്മളിവിടെ ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. സൂഫി ചിന്തകൾ അവതരിക്കുമ്പോൾ അനിവാര്യമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവുര എന്നോണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂഫി എന്നുള്ളത് സൂഫിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു പ്രയോഗമാണ്. സൂഫ് കമ്പിളി വസ്ത്രമാണ്. സൂഫികൾ തങ്ങളുടെ വിരക്ത ജീവിതത്തിൻ്റെ ഭാഗമായി കമ്പിളി വസ്ത്രം ധരിച്ച് കഴിഞ്ഞുകൂടിയിരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് സൂഫികൾക്ക് കൈവന്നത്. വേറെയും ചില കാരണങ്ങൾ ഈ നാമവുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും പറയപ്പെട്ടതിലേറ്റവും പൊരുളുള്ള കൃത്യമായ കാരണം അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ളതായ ഈ ഒരു വിഷയമാണ്. സൂഫികളുടെ ചരിത്രത്തിൽ
ചില ഘട്ടങ്ങൾ അവർക്ക് കടന്നു പോയിട്ടുണ്ട്. ആദ്യകാല സൂഫികൾ അവരുടെ മുഖമൊന്നും സൂഫികളുടെ പിൽക്കാലത്തെ മുഖം മറ്റൊന്നുമാണ്. വർത്തമാന യുഗത്തിൽ സൂഫികൾക്ക് ചില പ്രത്യേകതകളും ചില ആനുകൂല്യങ്ങളും ചില പ്രചാരകരും പലവിധ വേഷങ്ങളിലും കോലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് വിരക്ത ജീവിതം എന്ന അർത്ഥമറിയിക്കുന്ന സുഹദ്, സംസ്കരണം എന്നറിയപ്പെടുന്ന തസ്കിയത്ത്, ഇവക്കൊരു പര്യായ പദമെന്നോളമായിരുന്നു തസവുഫ് ഉപയോഗിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം മുതൽ അങ്ങോട്ടും 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവുമാണ് തസവുഫിൻ്റെ തുടക്കം. ആ തുടക്ക നാളുകളിൽ വിരക്ത ജീവിതത്തിനും തസ്കിയത്തുള്ള ജീവിതത്തിനും പറയപ്പെടുന്ന ഒരു പര്യായം എന്നോണമായിരുന്നു തസവുഫ് പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നുള്ള സൂഫി വക്താക്കളിൽ ചിലരോട് ചോദിച്ച ഒരു ചോദ്യം ചില തഫ്സീറുകളിൽ വായിക്കുവാൻ സാധിക്കും. ഒരു സൂഫിയോട് ചോദിച്ചു, ഒരു സൂഫി ചോദിച്ചു, മാ ഹദ്ദു സുഹ്ദി ഫീക്കും, നിങ്ങളിൽ സുഹദിന്റെ ഹദ് എന്താണ്, നിർവചനം എന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു എന്നാണ്, ഇദാ വജദ്ന അകൽന വഇദാ ഫഖദ്ന സബർന, വല്ലതും തിന്നാൻ കിട്ടിയാൽ ഞങ്ങൾ തിന്നും, തിന്നാൻ കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. അപ്പോൾ അയാളോട്, ആ സൂഫിയോട് ചോദ്യകർത്താവ് പ്രതികരിച്ചു, ഇത് ഞങ്ങളുടെ നാട്ടിൽ സുഹുദുൽ കിലാബ്, നായ്ക്കളുടെ സുഹുദാണ്. കിട്ടിയാൽ തിന്നും കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കുമെന്നുള്ളത് നായ്ക്കളുടെ സുഹുദാണ്. എന്നാൽ സുഹുദിന്റെ യഥാർത്ഥ അർത്ഥം ഞങ്ങളുടെ അടുക്കൽ ഇദാ ഫഖദ്ന സബർന, തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. വഇദാ വജദ്ന ആസർന, തിന്നാൻ കിട്ടിയാൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് അത് കൈമാറുകയും അവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സൂഫികളുമായി സുഹുദുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംസാരം നടന്നത് വായിക്കാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, തസവുഫിന്റെ വളർച്ചയുടെ കാലഘട്ടം അത് വിരക്ത ജീവിതത്തിൻ്റെയും ഒരു സംസ്കൃത ജീവിതത്തിൻ്റെയും പര്യായമെന്നോണമായിരുന്നു. കാരണം അന്ന് 3 തരക്കാരായിരുന്നു ആളുകളിൽ പ്രധാനവും. ഒന്ന് ഭരണാധികാരികൾ, മറ്റൊന്ന് പ്രമാണിമാർ, മറ്റൊന്ന് ഭരണാധികാരികളോടും പ്രമാണിമാരോടും ഒട്ടിനിന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ. ഭരണാധികാരികൾ തീർത്തും സുഖലോലുപരായിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രമാണന്മാർ പണക്കൊഴുപ്പിലായിരുന്നു. പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കൊട്ടാര പണ്ഡിതന്മാരായിരുന്നു, ആസ്ഥാന സാഹിത്യകാരന്മാരും കവികളുമായിരുന്നു. ലോകത്തെ ഇவ்விധം കണ്ട ഒരു വിഭാഗം ആളുകൾ ഈ 3 കൂട്ടരിൽ നിന്നും വിരക്തരായി ദുനിയാവിൽ താല്പര്യം കെട്ടവരായി അവർ ദുനിയാവിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഒരു വിഭാഗം വളരുന്നത്. അവർക്കാണ് പിന്നീട് ആദ്യകാല സൂഫികൾ എന്ന നാമകരണം വരികയുണ്ടായത്. യഥാർത്ഥത്തിൽ അവർ പിൽക്കാലത്തെ തസവുഫിന്റെ വിഴുപ്പ് ഭാണ്ഡം പേറിയിരുന്നവരോ പിൽക്കാലത്ത് തസവുഫിനറിയപ്പെട്ടതായ വഴികേടുകൾ ജീവിതത്തിൽ കൊണ്ടു നടന്നവരോ ആയിരുന്നില്ല. ഇത് തസവുഫിന്റെ തുടക്ക കാലഘട്ടം. എന്നാൽ പെട്ടെന്നായിരുന്നു തസവുഫിന്റെ അല്ലെങ്കിൽ സൂഫിസത്തിന്റെ 2ാം ഘട്ടം തുടങ്ങിയത്. അതിൽ ഗ്രീക്ക് ചിന്തകളും ഹൈന്ദവ മത ആശയങ്ങളും ഷീഈ ചിന്തകളുമൊക്കെ തസവുഫിൽ സ്വാധീനം നേടുകയുണ്ടായി. ദീനിന് ശരീഅത്ത് ഹഖീഖത്ത് എന്ന വിഭജനം വന്നു.
ശരീഅത്ത് ദീനിന്റെ ബാഹ്യ വശങ്ങളാണ്, അതെല്ലാവർക്കും അറിഞ്ഞേക്കും. പക്ഷേ ഹഖീഖത്ത് അത് ദീനിന്റെ ആന്തരിക വശങ്ങളാണ്, അത് സൂഫി ഷെയ്ഖുമാർക്ക് മാത്രമേ അറിയപ്പെടുകയുള്ളൂ എന്ന നിലക്കുള്ള വിഭജനം വന്നു. മാത്രമല്ല, ഒരു ഷെയ്ഖിന്റെ കീഴിൽ കുറെ മുരീദുമാരുടെ അണി ഉണ്ടായപ്പോൾ തരീഖത്തുകൾ രൂപപ്പെടാൻ തുടങ്ങി. 140ഓളം തരീഖത്തുകളാണ് ഒന്നിനു പിറകെ മറ്റൊന്നായി ഇസ്ലാമിക നാടുകളിൽ പിറക്കൊള്ളുകയുണ്ടായത്. പള്ളികളിൽ ആരാധനകൾ നിർവഹിക്കപ്പെടുന്നതിന് പകരം തസവുഫിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ സൂഫി ഷെയ്ഖുമാരും മുരീദുമാരും തീർക്കുന്ന ഹലക്കകളും ദിക്റിന്റെ മജ്ലിസുകളും തങ്ങളുടെ ദിക്റുകളും വിർദുകളും ചൊല്ലി ആടിക്കൊണ്ടുള്ളതായ സദസ്സുകളായി കാലഘട്ടത്തിൽ പരിണമിക്കപ്പെട്ടു. നിർബന്ധ നമസ്കാരം പോലും പള്ളികളിൽ നടത്തപ്പെടുമ്പോൾ അതിൽ ഭാഗവാക്കല്ലാത്ത വിധം അവർക്ക് ശല്യമാകും വിധമായിരുന്നു ദിക്ർ ഹലക്കകൾ സൂഫികളെ കാലഘട്ടങ്ങളിൽ കൊണ്ടു നടക്കുകയുണ്ടായത്. പക്ഷെ പൊതുജനം പലരും ഇടപെട്ടത് കാരണത്താലാണ് പള്ളികളിൽ സാവിയ, താഖിയ, റിബാത്ത് എന്ന് തുടങ്ങിയ ചില പ്രത്യേക മൂലകളും ചില പ്രത്യേക രഹസ്യ സ്ഥലങ്ങളും പിൽക്കാലത്ത് പിറകൊള്ളുകയുണ്ടായത്. കാരണം സൂഫികൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുകയോ അവർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയോ ചെയ്യൽ തങ്ങൾക്ക് ബാധകമല്ലാത്ത വിധമായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ഏതായാലും അവരുടെ മജ്ലിസുകളും ഹലഖകളുമൊക്കെ സാവിയകളിലും താഖിയകളിലും റിബാത്തുകളിലുമൊക്കെയായി ഒതുങ്ങുകയും പിന്നീട് അങ്ങോട്ടാണ് അത് തീർത്തും ദുനിയാവിനോട് ബന്ധം വിട്ട സന്യാസ ജീവിതവും അതേപോലെ തന്നെ സൂഫി ഷെയ്ഖുമാരുടെ ആത്മീയ ലോകവുമായി പരിണമിക്കുകയുണ്ടായത്. തസവുഫിന്റെ ഈ രണ്ടാം ഘട്ടം അതിന് കുറെ പ്രത്യേകതകൾ വേറെയുമുണ്ട്. പക്ഷേ നമ്മുടെ വിഷയം സൂഫി ചിന്തകളാണ്, അതിലേക്ക് പെട്ടെന്ന് വരേണ്ടതുണ്ട്. പക്ഷേ തസവുഫിനൊരു മൂന്നാം ഘട്ടം, അത് വർത്തമാന യുഗത്തിന്റെ ഇന്നാണ്. ഈ മൂന്നാം ഘട്ടത്തിന്റെ പ്രത്യേകത, തസവുഫിനെ പലരും പ്രചരിപ്പിക്കുന്നവരായി, പാശ്ചാത്യ നാടുകളാണ് ഏറ്റവും കൂടുതൽ തസവുഫ് പ്രചരിപ്പിക്കുന്നതിൽ, സൂഫി ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരെന്നുള്ളത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ഓറിയന്റലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സൂഫിസം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങുന്നത് എന്നതും ഒരു വസ്തുതയാണ്. പല മുസ്ലിം നാവുകളും പലരാലും വഞ്ചിക്കപ്പെടുകയും പലവിധ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ സൂഫികളെയും സൂഫി ചിന്തകളെയും പ്രചരിപ്പിക്കുന്ന ദുർവൃത്തിയിൽ ഏർപ്പെടുകയുണ്ടായി. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ഇത് ഈ ഒരു വിഷയത്തിൽ ഏറെ ആക്കം കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വർത്തമാന യുഗത്ത് ഇന്ന് ഉള്ളത് എന്നത് നേരാണ്. എത്രമാത്രം തസവുഫിനെയും ഈ സൂഫി ചിന്തയെയും ഏറെ അധ്വാനിച്ച് പണിയെടുത്ത് എതിർത്തിരുന്ന, അതിൻ്റെ ദൂഷ്യവശങ്ങൾ ലോകർക്ക് കാണിച്ചു കൊടുത്തിരുന്ന പണ്ഡിതന്മാർ വരെ തസവുഫിന്റെയും സൂഫിയത്തിന്റെയും പ്രാണേതാക്കളായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു ദുസ്ഥിതി വർത്തമാന യുഗത്തിൽ ഉണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സൂഫികളുടെ മുഖം കെടുത്തിയ മഹാനായ പണ്ഡിതനാണ്. സൂഫികൾക്കൊരു വിശ്വാസം അന്നാളിൽ ഉണ്ടായിരുന്നു, അവർക്ക് തീയിൽ ചാടാം, ആത്മീയതയിൽ അറ്റം കണ്ടവരായത് കാരണത്താൽ അവരുടെ തീ തൊടുകയില്ല എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ ഭരണാധികാരികളുടെ സമക്ഷത്തിൽ തീകുണ്ടാരം ഒരുക്കി സൂഫികൾ അതിലേക്ക് ചാടി തങ്ങളെ തീ സ്പർശിക്കുകയില്ല എന്നുള്ളത് കാണിക്കുകയാണ്. ഈ സമയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ സൂഫികളെ വെല്ലുവിളിച്ച് അവരുടെ ശരീരത്തിൽ അവർ പുരട്ടിയ തവളകളുടെ മാംസത്തിൽ നിന്നെടുത്ത എണ്ണ അത് സുർക്ക കൊണ്ട് കഴുകിയതിന് ശേഷം തീയിൽ ചാടാൻ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതോടുകൂടി സൂഫികൾ ഉത്തരം മുട്ടുകയും അവർ പരാജയപ്പെടുകയും അങ്ങനെ ഭരണാധികാരികൾക്ക് മുമ്പിൽ അവർ മാനം കെടുകയും ഉണ്ടായി എന്നാണ്. ഇவ்விധം സൂഫികളുടെ മുഖത്തെ ഏറെ കറുപ്പിച്ച മഹാനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയുള്ള ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ദുസ്ഥിതി ഇന്ന് കാണുവാൻ സാധിക്കും. അബ്ദുറഹ്മാൻ അഷ്ശർഖാവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ
അയാളെ കടമെടുത്ത് ഒരു സയ്യിദ് ജമീൽ എന്ന് പറയുന്ന വ്യക്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സൂഫികളെ വാരിപ്പുണരുന്ന സൂഫികളുടെ ആദർശത്തെ അത് യഥാർത്ഥ ദീനി ആദർശത്തെയുമായി തട്ടിച്ച് താരതമ്യേന വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസമാണ് അവരും യഥാർത്ഥ വിശ്വാസവും തമ്മിലുള്ളതെന്ന് വരുത്തി തീർക്കും വിധം ചില വരികൾ വരെ കാണുവാൻ സാധിക്കും. അത് വായിച്ച് വഞ്ചിതരായ പലരും നമ്മളുടെ വേദികൾ വരെ പങ്കിടുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും സൂഫിസത്തിന് ഇങ്ങനെ ഒരു നീറുന്ന സൂഫിസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നീറുന്ന ഒരു വർത്തമാന യുഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ചില സൂഫി ചിന്തകൾ എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. സൂഫി ചിന്തകളിൽ സൂഫി വര്യന്മാരായ ചില ഷെയ്ഖുമാർ പറഞ്ഞിട്ട അവരുടെ വാക്കുകളും അവരുടെ വിവരണങ്ങളുമാണ് നമുക്ക് സൂഫി ചിന്തകളായിട്ട് പറയാനുള്ളത്. ഏറ്റവും പ്രധാനമായി ഒരു വ്യക്തിയുടെ ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുന്നത് സൂഫി ചിന്തകൾ എന്ന പേരിൽ. എന്തിന്? ആ വ്യക്തി നമ്മൾ വാരിപ്പുണരേണ്ട, നമ്മൾ ഹൃദ്യമായി സ്വീകരിക്കേണ്ട, മനസ്സ് തുറന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കഥാപാത്രമാണോ? അയാളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കേവലം നിസ്സാരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ കയ്യിൽ ഏതാനും അളവുകൾ ഉണ്ടാകട്ടെ എന്ന നിയ്യത്തിലാണ് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കുന്നത്. അബുൽ ഫضൽ അഹ്മദ് ബിൻ മുഹമ്മദ് ഇബ്നു അബ്ദുൽ കരീം എന്ന ഇബ്നു അതാഉല്ല അസ്സിക്കന്ദരി എന്ന് പറയുന്ന ഷാദിലി തരീഖത്തിന്റെ വാക്താവ് കൈറോവിൽ 709 കാലം പൂകിയ ഒരു സൂഫി ഷെയ്ഖാണ് ഈ അബുൽ ഫത ഇബ്നു അതാഉല്ല അസ്സിക്കന്ദരി എന്ന് പറയുന്ന വ്യക്തി. അയാൾ കുറെ ഗ്രന്ഥരചനകളുണ്ട്. പലതും തികഞ്ഞ വിഴുപ്പുകളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വലിയ സത്യമാണ്. അതിൽ ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, സൂഫി ചിന്തകൾക്ക് ചില ഉദാഹരണമായി മനസ്സിലാക്കുവാൻ കൂടി. താജുൽ അറൂസ് അൽ ഹാവി തഹ്ദീബിൻ നുഫൂസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇബ്നു അതാഉല്ല അസ്സിക്കന്ദരിക്കുണ്ട്. അതിൽ അയാൾ പറയുകയാണ്, മക്കീനുദ്ദീനുൽ അസ്മുർ എന്ന് പറയുന്ന ഒരു ഷെയ്ഖിനെ ഉദ്ധരിച്ചാണ് പറയുന്നത്. അയാൾ പറഞ്ഞു എന്നാണ് ഇബ്നു അതാഉല്ല അസ്സിക്കന്ദരി തന്റെ കിതാബിൽ പറയുന്നത്. കുൻതു ബിൽ ഇസ്കന്ദരിയ, ഞാൻ അലക്സാണ്ട്രിയയിലായിരുന്നു. ഫറഅയ്തു ശംസൻ ഖദ് തലഅത് മഅ ശംസ്, സൂര്യനെ ഞാൻ കണ്ടു, സൂര്യനോടൊപ്പം ഉദിച്ചു നിൽക്കുന്നതായി രണ്ട് സൂര്യൻ. ഫതഅജ്ജബ്തു മിൻ ദാലിക്, ഞാൻ അത്ഭുതപ്പെട്ടു, രണ്ട് സൂര്യനുകളോ. ഫദനൗതു മിൻഹു, അപ്പോൾ ഞാൻ രണ്ടിൽ ഒരു സൂര്യനിലേക്ക് അടുത്തു. ഫൈദാ ഹുവ ശാബുൻ, അതൊരു സൂര്യനായിരുന്നില്ല, അതൊരു യുവാവായിരുന്നു. ഖദ് ഖത്ത ഇദാറുഹു, അതായത് യുവാവ് എന്ന് പറയുമ്പോൾ ശരീരാവയവങ്ങളിൽ രോമങ്ങളൊക്കെ മുളച്ചു തുടങ്ങിയ യുവാവായിരുന്നു. ഖദ് ഗലബ നൂറുഹു അലാ നൂരി ശംസ്, യുവാവിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തെ മികച്ചു നിൽക്കുകയാണ്. ഫസല്ലംതു അലൈഹി ഫറദ്ദ അലയ്യ സലാം, യുവാവിനോട് ഞാൻ സലാം പറഞ്ഞു, യുവാവ് എന്റെ സലാം മടക്കി. ഫഖുൽതു ലഹു, ഞാൻ ആ യുവാവിനോട് ചോദിച്ചു, മിൻ ഐൻ, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഫഖാൽ, യുവാവ് പറഞ്ഞു, സല്ലൈതു സുബ്ഹ ഫിൽ മസ്ജിദിൽ അഖ്സ, ഞാൻ സുബ്ഹി മസ്ജിദുൽ അഖ്സയിലാണ് നമസ്കരിച്ചത്. വ ഉസല്ലി അദ്ദുഹർ ഇൻദകും, ദുഹർ ഞാൻ നിങ്ങളുടെ അടുക്കൽ അലക്സാണ്ട്രിയയിൽ നമസ്കരിക്കും. വൽ അസ്ർ ബി മക്ക, അസ്ർ ഞാൻ മക്കയിൽ നമസ്കരിക്കും. വൽ മഗ്രിബു ബിൽ മദീന, മഗ്രിബ് ഞാൻ മദീനയിലും നമസ്കരിക്കും. ഫഖുൽതു ലഹു തകൂനു ضيفി, ഞാൻ ചോദിച്ചു ആ യുവാവിനോട്, നിങ്ങൾ എൻ്റെ അതിഥിയാകുമോ?
ഖാല യുവാവ് പറഞ്ഞു ലാ സബീല ഇലാ ദാലിക്, അതിനൊരു വഴിയുമില്ല. സുമ്മ വദ്ദാനി വൻസറഫ്, അങ്ങനെ ആ യുവാവ് എന്നോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി എന്നാണ്. ഇത് അതാഉല്ലാ സിക്കന്ദരി അയാളുടെ താജുൽ അറൂസ് അൽ ഹാവി ലി തഹ്ദീബിൻ നുഫൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊടുത്ത ഒരു കഥയാണ്. ഈ കഥയിൽ സൂര്യന് സമാനമായ ഒരു യുവാവിനെയാണ് അവതരിപ്പിക്കുന്നത്. ആ യുവാവിൻ്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചത്തേക്കാൾ മികച്ചു നിൽക്കുന്നു. പിന്നീട് തനി ഖുറാഫാത്ത്, സുബഹി ഫലസ്തീനി, ളുഹറിന് അയാൾ അസ്കന്ദരിയയിൽ, അസറിന് മക്കയിൽ, മഗ്രിബ് മദീനയിൽ. ഇങ്ങനെ ഒരു നാടോടിയെക്കുറിച്ചാണ് ഈ അന്ധവിശ്വാസം അസിക്കന്ദരി തന്റെ ഗ്രന്ഥത്തിൽ എഴുതി പിടിപ്പിച്ചത്. അപ്പോൾ സിക്കന്ദരി ആരാണ്? ഇനി മറ്റൊരു ഉദാഹരണം, കുറെ വിശദീകരിച്ച് പറയാൻ ചില സംഭവങ്ങൾ പറയേണ്ടതുള്ളത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. താജുൽ അറൂസിൽ തന്നെ സിക്കന്ദരി എഴുതുന്ന മറ്റൊരു സംഗതി, അൽ അഹ്മഖ് മൻ മാത വലദുഹു വജഅല യബ്കി അലൈഹി. അൽ അഹ്മഖ്, പടുവിഡ്ഢി ആരാണ്? മൻ മാത വലദുഹു, കുട്ടി മരിക്കുകയും വജഅല യബ്കി അലൈഹി, മരിച്ച കുട്ടിയുടെ പേരിൽ കരയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കുട്ടി മരിച്ചാൽ ആ കുട്ടിയുടെ പേരിൽ കരയുന്നവനാണ് അൽ അഹ്മഖ്, പമ്പരവിഡ്ഢി. സിക്കന്ദരിയുടെ വർത്തമാനാണ്. വലാ യബ്കി അലാ മാ ഫാതഹു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് തനിക്ക് നഷ്ടമായതിന്റെ പേരിൽ കരയാൻ പാടുള്ളതല്ല. ഫകാന്നഹു യഖൂലു ബിലിസാനി ഹാലിഹി, കുട്ടി മരിച്ചാൽ കരയുന്നവൻ അയാളുടെ ലിസാനുൽ ഹാലിൽ, അയാളുടെ അവസ്ഥയിൽ അയാൾ പറയുന്നത്, അന അബ്കി അലാ മാ കാന യുശ്ഗിലുനി അൻ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്ന് എന്നെ വ്യാപൃതനാക്കുന്ന ഒരാളുടെ പേരിലാണ് ഞാൻ കരയുന്നത്. അപ്പൊ കുട്ടി അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും. അപ്പൊ കുട്ടി മരിച്ചാൽ അതിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നൊന്ന് പോയി കിട്ടിയില്ലേ, അതുകൊണ്ട് കരയുകയല്ല വേണ്ടത്. പിന്നെയോ ബൽകാന യൻബഗി ലഹു അൽ ഫറഹ് ബിദാലിക്, കുട്ടി മരിച്ചാൽ അതിൽ ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. വയുഖ്ബിലു അലാ മൗലാഹ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത്, ലിഅന്നഹു അഖദ മിൻഹു മാ കാന യുശ്ഗിലുഹു അൻ, അള്ളാഹുവിൽ നിന്ന് തന്റെ ശ്രദ്ധയെ തെറ്റിക്കുന്ന തന്റെ കുട്ടിയെ അള്ളാഹു എടുത്തതിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. വഖബീഹും ബിക് അൻ തശീബ വഅൻത തിഫ്ലുൽ അഖ്ലി വസഗീറുഹു, ചെറിയ ബുദ്ധിയും ചെറുപ്രായക്കാരനുമായിരിക്കെ നീ വൃദ്ധനാവുക എന്നുള്ളത്, നരബാധിച്ചവനാവുക എന്നുള്ളത് നിനക്ക് വളരെ മോശമാണ് എന്ന് ഈ സിക്കന്ദരി, ഇബ്നു അതാഉല്ല സിക്കന്ദരി എഴുതുകയാണ്. അപ്പൊ ഇവിടെ ഒരു പടുവിഡ്ഢിയെ അവതരിപ്പിക്കുകയാണ്. ആരാ പടുവിഡ്ഢി? കുട്ടികൾ മരിക്കുമ്പോൾ കരയുന്ന പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ്. കുട്ടികൾ അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ മരിപ്പിക്കുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അതിൽ ആഹ്ലാദം പങ്കിടുകയുമാണ് വേണ്ടത് എന്നാണ് സിക്കന്ദരിയുടെ ദർശനം. യഥാർത്ഥത്തിൽ ഇത് ഏറെ വലിയ ചരിത്ര റിപ്പോർട്ടുകളോട് ഏറ്റുമുട്ടുന്ന ഒരു വിദണ്ഡവാദമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവിടുത്തെ മക്കളുടെ മരണവേളകളിൽ കരഞ്ഞ ചരിത്ര റിപ്പോർട്ടുകൾ നമുക്ക് സഹിഹായി ഉദ്ധരിക്കപ്പെട്ടത് വായിക്കുവാൻ സാധിക്കും. തിരുനബിയുടെ പുത്രൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ട വേളയിൽ മുആദ് ബിൻ ജബലും അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫും സഅദ് ബിൻ മുആദും ഒക്കെ തിരുനബിയോടൊപ്പമുണ്ട്. തിരുനബി കരയുകയായിരുന്നു. വഇന്ന അലാ ഫിറാഖിക ലമഹ്സൂനൂൻ, ഇബ്രാഹിം നിങ്ങളുടെ വിയോഗത്തിൽ ഞാൻ ദുഃഖിതനാണെന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കണ്ണുകൾ നിറഞ്ഞൊലിച്ചത്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മാ ഹാദ അല്ലെങ്കിൽ മാ ഹാദിഹി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹാദിഹി റഹ്മത്തുൻ, ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ നിശ്ചയിച്ച എന്ന് പറഞ്ഞായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയുണ്ടായത്. അനസ് പറയുകയാണ്, ഷഹീദിന ബിൻതൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുത്രി മരിച്ചപ്പോൾ ജനാസയിൽ ഞങ്ങൾ സംബന്ധിക്കുകയുണ്ടായി. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ അലൽ ഖബർ, ആ പുത്രിയെ മറമാടുമ്പോൾ ആ ഖബറിനരികിൽ റസൂലുള്ളാഹി ഇരിക്കുകയാണ്. ഫറഅയ്തു ഐനൈഹി തദ്മഅൻ, അപ്പോൾ തിരുദൂതരുടെ ഇരു കണ്ണുകൾ
നിറഞ്ഞൊലിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നാണ് അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ. ഇതേപോലെ വേറെയും സംഭവങ്ങൾ റിവായത്ത് ചെയ്യപ്പെട്ടത് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. വിയോഗത്തിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ. സിക്കന്ദരി പൊട്ടിച്ച ബടായിയിൽ മക്കൾ മരിക്കുമ്പോൾ കരയുന്നവൻ പടുവിഡ്ഢിയാണ്, കരയുകയല്ല വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഇതേപോലെ സിക്കന്ദരി വീണ്ടും ഒരു വർത്തമാനം, കുല്ലു മൻ കാന മുറാഇയൻ ലിഹഖില്ലാഹ് ലാ യുഹ്ദിസുല്ലാഹു ഹദസൻ ഫിൽ മംലകതി ഇല്ലാ അഅലമഹു. അല്ലാഹുവിനുള്ള അവകാശം പാലിച്ച് ജീവിക്കുന്നവരെല്ലാം ലാ യുഹ്ദിസുല്ലാഹു ഹദസൻ ഫിൽ മംലക, അല്ലാഹുവിന്റെ സാമ്രാജ്യത്തിൽ അള്ളാഹു ഒരു സംഗതിയും സംഭവിപ്പിക്കുകയില്ല ഇല്ലാ അഅലമഹു, ആ വ്യക്തി അള്ളാഹു അത് അറിയിച്ചിട്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ അവകാശങ്ങൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹു എന്തുവിടെ നടപ്പിലാക്കുകയാണ് എങ്കിലും അവരെ അത് അറിയിക്കും, അള്ളാഹു അത് അറിയിച്ചിരിക്കും. ഇത് സിക്കന്ദരി പറഞ്ഞപ്പോൾ ചിലരൊക്കെ അന്യോന്യം നോക്കാൻ തുടങ്ങി. അപ്പൊ സിക്കന്ദരി അവരോട് ചോദിച്ചു, ഹൽ ഫീകും മൻ ഇദാ അഹദസ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽ മംലകതി ഹദസൻ അഅലമ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഒരു കാര്യം സംഭവിപ്പിച്ചപ്പോൾ അത് അള്ളാഹു അറിയിക്കാത്ത വല്ലവരുണ്ടോ? പഠിച്ചോൻ പറയാതെ വല്ലതും അള്ളാഹു സംഭവിപ്പിച്ചത് അങ്ങനെ വല്ല അനുഭവം നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം. ഖാലൂല, അപ്പം അവർ പറഞ്ഞില്ല, ഞങ്ങളിൽ അങ്ങനെ ആരുമില്ല. അപ്പം സിക്കന്ദരി അവരോട് പറഞ്ഞു എന്നാണ്, ഉബ്കു അലാ അൻഫുസിക്കും, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിന്റെ പേരിൽ കരഞ്ഞോളി എന്ന് പറഞ്ഞു. കാരണം എന്താ, നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല, അള്ളാഹ്ക്കുള്ള ഹക്ക് നിങ്ങൾ നൽകാത്തവരാണ് എന്ന അർത്ഥത്തിൽ സിക്കന്ദരി പറയുകയുണ്ടായി എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ അയാളുടെ താജുൽ അറൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ചില വരികളാണ് നമ്മൾ കേട്ടത്. ഇനി മിഫ്താഹുൽ ഫലാഹ് എന്ന് പറഞ്ഞ് സിക്കന്ദരിക്ക് മറ്റൊരു കിതാബുണ്ട്. അതിൽ അയാൾ പറയുകയാണ്, ഇസ്മുഹു തആല അൽ അഫു, അള്ളാഹ് അൽ അഫു എന്ന് പേരുണ്ട്. ആ പേര് യലീഖു ബി അദ്കാരിൽ അവാം, അത് സാധാരണക്കാർക്കുള്ള ദിക്റുകളായിട്ടേ പറ്റുള്ളൂ. ലിഅന്നഹു യസ്ലുഹു, കാരണം അവർക്കാണ് അത് സ്യൂട്ടബിൾ, യോജിച്ചത്. സാധാരണക്കാർക്ക് അൽ അഫു എന്നുള്ള ദിക്ർ, അള്ളാഹുവിന്റെ നാമം, അത് സാധാരണക്കാർക്ക് പറ്റിയതാണ്. വലൈസ മിൻ ഷൈഇനി സാലികീന ഇലല്ലാഹി ദിക്റുഹു, അള്ളാഹുവിലേക്ക് പ്രയാണം കുറിച്ച സൂഫികൾ അവർക്ക് അൽ അഫു എന്നുള്ള നാമം കൊണ്ട് ദിക്ർ അത് പറഞ്ഞിട്ടില്ല, പറ്റിയതല്ല. എന്നിട്ട് വീണ്ടും പറയാണ്, ഇസ്മുഹു തആല അൽ ബാഇസ്, അള്ളാഹ് അൽ ബാഇസ് എന്ന പേരുണ്ട്. അങ്ങനെ ഒരു പേര് സ്ഥിരപ്പെട്ടു വന്നത് അറിയില്ല, അള്ളാഹു ആലം. ഏതായാലും അയാളുടെ വർത്താനാണ്. അൽ ബാഇസ് എന്ന അള്ളാഹ്ക്ക് ഒരു പേരുണ്ട്. യദ്കുറുഹു അഹ്ലുൽ ഗഫ്ല, ഗഫ്ലത്തിന്റെ ആളുകളാണ് അതുകൊണ്ട് ദിക്ർ എടുക്കേണ്ടത്, അശ്രദ്ധയിൽ കഴിയുന്ന ആളുകൾ. വല യദ്കുറുഹു അഹ്ലു തലബിൽ ഫന, ഫനായിനെ അന്വേഷിക്കുന്നവർ അതുകൊണ്ട് ദിക്ർ എടുക്കരുത്, അഥവാ സൂഫികൾ അതുകൊണ്ട് ദിക്ർ എടുക്കരുത്. ഇസ്മുഹു തആല അൽ ഗാഫിർ, അള്ളാഹുവിന്റെ അൽ ഗാഫിർ എന്ന പേര് യുലഖൻ ലി അവാമി തലാമീദ്, വിദ്യാർത്ഥികളിൽ സാധാരണക്കാർക്കാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. വഹുമുൽ ഖായിഫൂന മിൻ ഉഖൂബത്തി ദംബ്, കാരണം വിദ്യാർത്ഥികളിൽ സാധാരണക്കാരാണ് തെറ്റ് ചെയ്തതിൽ ഭയപ്പാടിൽ കഴിയുന്നവർ. അതുകൊണ്ട് അള്ളാന്റെ അൽ ഗാഫിർ എന്ന പേര് വിദ്യാർത്ഥികളിൽ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. വഅമ്മാ മൻ യസ്ലഹു ലിൽ ഹദറ ഫദിക്റുഹു മഗ്ഫിറത്തു ദംബ് ഇൻദഹും യൂരിസുൽ വഹ്ശ, എന്നാൽ ഹദറത്തിൽ മജ്ലിസിൽ സംബന്ധിക്കുന്ന സൂഫികൾ എന്ന മാന, അവർക്ക് പാപമോചനം എന്നുള്ള സ്മരണ അത് ഏകാന്തതയെ ജനിപ്പിക്കും. അതുകൊണ്ട് അവർക്ക് അൽ ഗാഫിർ എന്ന അള്ളാഹുവിന്റെ പേര് ദിക്റിനായിട്ട് വേണ്ട. എന്നിട്ട് പറയാണ്, ഇസ്മുഹു തആല അൽ മതീൻ, അള്ളാന്റെ അൽ മതീൻ എന്ന പേര്. എന്താ ഉമർ ചെയ്തത്? അർബാബ് അൽ ഖൽവ, ഖൽവത്തിൽ കഴിയുന്നവർക്ക് അത് ഉപദ്രവകരമായി ഭവിക്കും. ഖൽവത്തിൽ കഴിയുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? സൂഫികൾ. നമ്മൾ പറഞ്ഞില്ലേ, സാവിയയിൽ, താഖിയയിൽ, റിബാത്തിലൊക്കെ കഴിയുന്ന സൂഫികൾ, അവർക്കത് വിനയായിട്ട് ഭവിക്കും. അതുകൊണ്ട് തന്നെ അള്ളാന്റെ അൽ മതീൻ എന്ന നാമം ദിക്റിന് സൂഫികൾക്ക് വേണ്ട. വയംഫഉ അഹ്ലൽ ഇസ്തിഹ്സാഇ ബിദ്ദീൻ, ദീനിനെ പരിഹസിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ അൽ മതീൻ എന്ന പേര് ഉപകരിക്കുക. ഇതാണ്
മിഫ്താഹ് അൽ ഫലാഹിൽ സിക്കന്ദരി പൊട്ടിച്ച മറ്റൊരു വെടി. ഏതായാലും സൂഫി ചിന്തകളുടെ ചില സാമ്പിളുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ ഒരു കഥാപാത്രത്തെ, ഒരു സൂഫിയെ, ഷാദിലി തരീഖത്തിൽ പ്രശസ്തനായ ഒരു സൂഫിയെ എടുത്തിട്ടാണ് നമ്മൾ ആ ചിന്തകൾ മനസ്സിലാക്കുന്നത്. ഇബ്നു അതാഉല്ലാ സിക്കന്ദരിക്ക് വേറെയും ഇതുപോലത്തെ വർത്തമാനങ്ങളുണ്ട്. അൽ ഖസ്ദുൽ മുജറദ് ഫി മാരിഫത്തിൽ ഇസ്മിൽ മുഫ്രദ് എന്ന് പറയുന്ന സിക്കന്ദരിയുടെ ഗ്രന്ഥത്തിൽ അയാൾ ദിക്റുകളെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദിക്ർ തഖ്തലിഫ് അൻവാഉഹു വതതഅദ്ദദ്. ദിക്റുകൾ അതിൻ്റെ ഇനങ്ങൾ വ്യത്യസ്തമാകും, അത് വൈവിധ്യവുമാകും. വൽ മദ്കൂർ വാഹിദുൻ ലാ യതഹദ്ദദ് വലാ യതഅദ്ദദ്. എന്നാൽ ദിക്ർ എടുക്കപ്പെടുന്നവൻ ഏകനാണ്, എണ്ണ കൂടുതലോ അതേപോലെ തന്നെ പ്രത്യേക ഇടമോ ഇല്ലാത്തവനാണ് സിക്കന്ദരി പറയുന്നത്. എന്നിട്ട് സിക്കന്ദരി അബുൽ ഖാസിം അൽ ജുനൈദിനെ ഉദ്ധരിച്ച് അയാളുടെ ചില പ്രത്യേകക്കാരോട് പറഞ്ഞു എന്നാണ്, ഇന്ന ഇസ്മല്ലാഹിൽ ആദം ഹുവ ഹു. അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആദം അതേതാണ്? ഹു എന്നുള്ളതാണ്. ഇസ്മുല്ലാഹിൽ ആദം അത് ഹു എന്നുള്ളതാണ്. ഏതാ ഇസ്മുല്ലാഹിൽ ആദം? ഇസ്മുല്ലാഹിൽ ആദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരമേകും, അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ചോദിച്ചത് നൽകും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ഇസ്മുല്ലാഹിൽ ആദം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഒരു മഹനീയ നാമമുണ്ട്. അതേതാണ്? പല പണ്ഡിതന്മാരും അത് അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാലയാണ്. ചിലർ പറഞ്ഞു അത് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമാണ്. ചിലർ പറഞ്ഞു അർ റഹ്മാൻ അർ റഹീം എന്ന് പറയുന്നതാണ് ഇസ്മുല്ലാഹിൽ ആദം. ചിലർ പറഞ്ഞു ഇസ്മുല്ലാഹിൽ ആദം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് ഫി സുവരിൻ സലാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ ഉത്തരം നൽകപ്പെടുന്നതായ ഇസ്മുല്ലാഹിൽ ആദം 3 സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. അത് സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ, സൂറത്ത് താഹ എന്നിവയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്മുല്ലാഹിൽ ആദം അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ്. കാരണം ആ 3 സൂറകളിലും വന്ന നാമങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇവകളാണ്, അൽ ഹയ്യുൽ ഖയ്യൂം. ഏതായാലും അള്ളാഹ്ക്ക് ഇസ്മുല്ലാഹിൽ ആദം എന്ന് പറഞ്ഞിട്ടൊരു നാമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരമേകും, ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരമേകും, ചോദിച്ചാൽ അള്ളാഹു നൽകും. ചിലർ പറഞ്ഞു പണ്ഡിതന്മാരിൽ ഇസ്മുല്ലാഹിൽ ആദമിനെ അള്ളാഹു ഇന്നതാണെന്ന് നിർണയിക്കാതെ അതിനെ മറച്ചു. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും എന്താണ്? അസ്മാഉൽ ഹുസ്നയാണ്, ഉത്തമ നാമങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും ആളുകൾ പഠിച്ച് മൊഴിഞ്ഞ് അവയെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ വേണ്ടിയാണ് അതിനെ മറക്കുകയുണ്ടായത് എന്നാണ്. ഏതായാലും ചില റിപ്പോർട്ടുകളിൽ ഇസ്മുല്ലാഹിൽ ആദം ഇന്നതാണ് എന്ന് വന്നിട്ടുണ്ട്. അതിൽ അല്ലാഹു എന്നുള്ളതുണ്ട്, അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതുണ്ട്, അതേപോലെ തന്നെ അർ റഹ്മാൻ റഹീം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആരും ഹു എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കഥാപാത്രമായ ഇബ്നു അതാഉല്ലാ അസ്സിക്കന്ദരി അബുൽ ഖാസിം അൽ ജുനൈദിനെ ഉദ്ധരിച്ച് പറഞ്ഞതല്ലാതെ. എന്നിട്ട് പറയാണ്, അഹ്ലുൽ മാരിഫത്ത് ഇസ്മുൽ ആദമിൻ്റെ പേരിൽ 4 തരക്കാരാണ്. ഒന്ന്, ചിലർ പറഞ്ഞു അള്ളാഹ്, ചിലർ പറഞ്ഞു ഹുവ, ചിലർ പറഞ്ഞു അന, ചില ആരിഫീങ്ങൾ ബുഹിത് എന്നാണ്. ഇബ്നു അതാഉല്ലാ സിക്കന്ദരി ഈ ഒരു തത്വം ജുനൈദിയിൽ നിന്ന് സ്വീകരിച്ചിട്ട് പറയുന്നത്, അല്ലാ 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 എന്ന് ദിക്റെടുക്കാം, ഹു 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 എന്ന് ദിക്റെടുക്കാം, ലാ 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 എന്ന് ദിക്റെടുക്കാം, ആഹ് 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 എന്ന് ദിക്റെടുക്കാം എന്നാണ്. മിഫ്താഹുൽ ഫലാഹിൽ ഇബ്നു അതാഉല്ലാ സിക്കന്ദരി പറയുന്നത് ഇപ്രകാരമാണ്. അമ്മ മസ്ലൂബ് അൽ മസ്ലൂബുൽ ഇഖ്തിയാർ, ഇഖ്തിയാർ ഉയർത്തപ്പെട്ട വ്യക്തി, ഫഹുവ മാമാ യരീദു അലൈഹി മിനൽ അദ്കാർ
വമാ യരിദു അലൈഹി മിൻ ജുംലത്തിൽ അസ്റാർ ഫഖദ് തജ്രി അലാ ലിസാനിഹി അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇഖ്തിയാർ എടുക്കപ്പെട്ട വ്യക്തികളുടെ നാവിലൂടെ ചില ദിക്റുകൾ വരും. ഏതുപോലെ അല്ലാ 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 എന്നുള്ളത്, അതുപോലെ ഹൂ 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 എന്നുള്ളത്, ലാ 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 എന്നുള്ളത്, ആഹ് 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 എന്നുള്ളത്, ഇങ്ങനത്തെ ദിക്റുകളൊക്കെ വരും. ഔ സൗത്തും ബിഗൈരി ഹർഫ്, ചിലപ്പോൾ ദിക്ർ വരൽ അക്ഷരങ്ങളില്ലാതെ കേവലം ശബ്ദമായിരിക്കും. ഔ തഖബ്ബത്ത്, ചിലപ്പോൾ പറ്റ പിരാന്തന്മാരമാതിരി പിച്ചും പേഴിയായിരിക്കും. ഫഅദബുഹു അത്തസ്ലീം ലിൽ വാരിദ്, നാവിലൂടെ എന്താണോ വന്നത് അതിന് കീഴ്പ്പെടലാണ് അദബ്. എന്തൊക്കെ വന്നോ അതിനൊക്കെ കീഴ്പ്പെടലാണ് അദബ്. അതാഉല്ലാഹ് സിക്കന്ദരിയുടെ വർത്താനാണ്. വബഅദ ഇൻഖിമാഇൽ വാരിദ് യകൂനു സാകിനൻ സാകിതൻ, നാവിലൂടെ വന്നതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മൗനിയായിട്ടിരിക്കുക, അതാണ് അദബ്. അപ്പോൾ ഒരാൾ ഇനി അല്ലാഹ് 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 എന്ന് പറഞ്ഞു, ഇനി ഒരാൾ ആഹ് 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 എന്ന് പറഞ്ഞു, ഒരാൾ ലാ 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 എന്ന് പറഞ്ഞു, ഒരാൾ ഹൂ 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 എന്ന് പറഞ്ഞു, ഇനി ഒരാൾ അക്ഷരങ്ങളൊന്നുമില്ല, വെറുതെ ശബ്ദേ വന്നതുള്ളൂ. എങ്ങനെയത്? എരുമലറുമ്പോലെ അലറിയ. ഇനി അങ്ങനെ വന്നാലും എന്താണോ വന്നത് അതിന് കീഴ്പ്പെടലാണ് അദബ്. ദിക്റായി വന്നതിൽ ശേഷം അടങ്ങുക, ഒതുങ്ങുക. വഹാദിഹിൽ ആദാബ് ലിമൻ യഹ്താജു ഇലാ ദിക്രിൽ ലിസാൻ, ഈ അദബുകളൊക്കെ നാവുകൊണ്ട് ദിക്ർ എടുക്കുന്നവർക്കാണ് ആവശ്യമായത്. അമ്മ ദാകിറു ബിൽ ഖൽബ്, എന്നാൽ ഹൃദയം കൊണ്ട് ദിക്ർ എടുക്കുന്നവൻ ഫലാ യഹ്താജു ഇലാ ഹദിഹിൽ ആദാബ്, ഒരദബും ആവശ്യമില്ലാത്ത ആളാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. സിക്കന്ദരിയുടെ മറ്റൊരു വർത്താനം. ഇബ്നു അതാഉല്ലാഹ് അസ്സിക്കന്ദരി, അയാൾക്ക് ലതായിഫുൽ മിനൻ ഫി മനാഖിബി ഷെയ്ഖ് അബുൽ അബ്ബാസ് അൽ മിർസി, അതേപോലെ വശൈഖിഹി അഷാദുലി അബുൽ ഹസൻ, ഷെയ്ഖുമാരുടെ മഹത്വം പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥമുണ്ട്. ലതായിഫുൽ മിനൻ എന്നാണ് അതിൻ്റെ പേര്. അയാളുടെ രണ്ട് ഷെയ്ഖുമാരാണെന്ന് അബുൽ അബ്ബാസും മറ്റൊന്ന് അബുൽ ഹസനും. അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ളതായ ലതായിഫുൽ മിനൻ എന്ന് പറയുന്ന ഇബ്നു അതാഉല്ലാഹ് അസ്സിക്കന്ദരിയുടെ ഗ്രന്ഥത്തിൽ മൂപ്പര് ചില തഫ്സീർ കൊടുക്കുന്നുണ്ട്. എന്താ തഫ്സീർ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ വയജഅലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ അള്ളാഹുവിൻ്റെ വചനാണ്. ആദ്യ ആയത്തിൻ്റെ അർത്ഥം കേട്ടോളി, എന്നിട്ട് സിക്കന്ദരിയുടെ ഷെയ്ഖുമാരുടെ തഫ്സീർ സിക്കന്ദരി കൊടുത്തത് നമുക്ക് കേൾക്കാം. ആയത്തിൻ്റെ അർത്ഥം എന്താ? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, വാനങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിന് മാത്രമാകുന്നു, അവൻ്റെ മിൽക്കാകുന്നു, അവന് പ്രത്യേകമാണ്. യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പടക്കും. യഹബു ലിമൻ യശാ ഇനാസ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ നൽകും. വയഹബു ലിമൻ യശാഉ ദുകൂറ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പെൺമക്കളെ ഒന്നിച്ചു നൽകും. വയജഅലു മൻ യശാഉ അഖീമ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വന്ധ്യതയും നൽകും. ഇന്നഹു അലീമുൻ ഖദീർ, അള്ളാഹു അലീമാണ്, അള്ളാഹു ഖദീറാണ്, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാത്തിനും കഴിവുറ്റവനുമാണ്. ഇബ്നു അതാഉല്ലാഹ് സിക്കന്ദരി തൻ്റെ ലതായിഫുൽ മിനനിൽ പറയുന്നത്, ഈ ആയത്തിൻ്റെ തഫ്സീർ ഷെയ്ഖുമാരെ ഉദ്ധരിച്ച്, യഹബു ലിമൻ യശാഉ ഇനാസ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനാസിനെ നൽകുന്നല്ലേ. ഇനാസ് എന്ന് പറഞ്ഞാൽ അൽ ഹസനാത്ത്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനാസിനെ നൽകുന്ന നന്മകൾ നൽകും, ഹസനത്തുകൾ നൽകും. വയഹബു ലിമൻ യശാഉ ദുകൂർ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണുങ്ങളെ നൽകും, ദുകൂറിനെ നൽകും. അതിനർത്ഥം അൽ ഉലൂം, വിജ്ഞാനങ്ങൾ നൽകും. വയജഅലു മൻ യശാഉ അഖീമ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കുമെന്ന് പറയല്ലേ, വന്ധ്യത നൽകുമെന്ന് പറയല്ലേ.
അതിൻ്റെ അർത്ഥം എന്താ? ലാ ഇൽമ വലാ ഹസന, അവർക്ക് വിജ്ഞാനമല്ല, അവർക്ക് നന്മയില്ല. ഇതാണ് അതിൻ്റെ തഫ്സീർ. നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തഫ്സീർ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് തഫ്സീർ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുറാദ് അനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഫ്സീർ അനുസരിച്ച്, പൂർവികരായ സലഫിൻ്റെ ഫഹ്മ് ഗ്രാഹ്യത അനുസരിച്ചാണ് തഫ്സീർ ചെയ്യേണ്ടത്. ആ തഫ്സീറിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള തഫ്സീറാണ് ഈ ഇബ്നു അതാഉല്ലാ അസ്സിക്കന്ദരി തൻ്റെ ഷെയ്ഖുമാരെ ഉദ്ധരിച്ച് വിശുദ്ധ ഖുർആന് നൽകുന്നത്. അപ്പം അത്രമാത്രം വലിയ അന്യായം അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്ത വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഇനി മറ്റൊരായത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. ഇസ്രായേലിയരുടെ വിഷയത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നിങ്ങളൊരു പശുവിനെ അറുക്കണമെന്ന് കൽപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാം സംഭവം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഇസ്രായേലിയരോട് പശുവിനെ അറുക്കാൻ കൽപ്പിച്ചത്. അപ്പോൾ ഇസ്രായേലിയർ യഹൂദന്മാർ ചോദ്യം തിരിച്ചുന്നയിച്ചത്, എങ്ങനത്തെ പശുവാണ്, അതിൻ്റെ കളർ എന്താണ്, പിന്നെ തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ. അതിൽ നിന്ന് അവർ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അവസാനം യഹൂദർ അതിനെ അറുത്തു, അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ അതൊരു പശുവുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്ര സംഭവമാണ്, എല്ലാവർക്കും അറിയാം. എന്താ സിക്കന്ദരി തൻ്റെ ഷെയ്ഖുമാരെ ഉദ്ദേശിച്ച് പറഞ്ഞ തഫ്സീർ? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. അള്ളാഹു നിങ്ങളോട് പശുവിനെ അറുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഖറത്തു കുല്ലി ഇൻസാനിൻ നഫ്സുഹു. ഓരോ മനുഷ്യൻ്റെയും ബഖറത്ത് അയാളുടെ ശരീരമാണ്, സ്വന്തം ശരീരം. അപ്പോൾ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ബഖറയെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങളെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ തഫ്സീർ. വല്ലാഹു യഅ്മുറുക ബിദബഹിഹ, നിന്നെ തന്നെ അറുക്കുവാൻ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അയാൾ ഷെയ്ഖുമാരെ ഉദ്ധരിച്ച് ആ ആയത്തിന് നൽകിയതായ തഫ്സീർ. ഇതേപോലെ സിക്കന്ദരി തൻ്റെ ലതായിഫുൽ മിനനിൽ നൽകിയ മറ്റൊരു തഫ്സീർ. സിക്കന്ദരി പറയാണ്, സമീഅതു ഷൈഖന, ഞങ്ങളുടെ ഷെയ്ഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സിക്കന്ദരി പറയാണ്, എൻ്റെ ഷെയ്ഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബുൽ അബ്ബാസിനെ ഉദ്ദേശിക്കുന്നത് അബുൽ അബ്ബാസ് ഉൽ മുർസി അല്ലെങ്കിൽ മിർസി, അയാളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഏതായത്തിൽ മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, മാ നൻസഖ് മിൻ ആയത്തിൻ, ഒരായത്തിനെയും നാം നസ്ഖ് ചെയ്യുകയില്ല, ഔ നുൻസി അല്ലെങ്കിൽ നാം അതിനെ മറപ്പിക്കുകയില്ല, നഅതി ബിഖൈരിൻ മിൻഹാ അതിനേക്കാൾ ഉത്തമമായത് നമ്മൾ കൊണ്ടുവരും, ഔ മിസ്ല അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ടുവരും. ആയത്ത് പറയുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു ആയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്യുകയാണ് എങ്കിൽ, അതിൻ്റെ വിധിയെ അള്ളാഹു ദുർബലപ്പെടുത്തി മറ്റൊരു വചനം അവതരിപ്പിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിനെ മറപ്പിക്കുകയാണ് എങ്കിൽ, അള്ളാഹു അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു വചനം കൊണ്ടുവരും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വചനം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഈ ആയത്താണ് നസ്ഖുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഉള്ള പ്രമാണം. ഇതിന് അതാഉല്ല സിക്കന്ദരിയുടെ ഷെയ്ഖുമാർ നൽകിയ തഫ്സീർ അതാഉല്ല നൽകുന്നത്, ഇബ്നു അതാഉല്ല നൽകുന്നത്, മാ നദ്ഹബു മിൻ വലിയ്യിൻ ലില്ലാഹ് ഇല്ലാ വനഅതി ബിഖൈരിൻ മിൻഹു ഔ മിസ്ലുഹു എന്നാണ്. അള്ളാഹുവിൻ്റെ ഒരു വലിയിനെ അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ ഉത്തമമായൊരു വലിയനെ അള്ളാഹു കൊണ്ടുവരും, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വലിയനെ കൊണ്ടുവരും. ഇതാണ് ആയത്തിൻ്റെ തഫ്സീർ എന്നാണ്. നോക്കി നിങ്ങൾ, എത്ര വലിയ ആക്രമണം! അള്ളാഹു ഒരു ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു ആയത്തിനെ മറപ്പിച്ചു എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കും, അതുപോലുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് എന്നുള്ളത് ആണ് ആയത്തിൻ്റെ അർത്ഥവും തേട്ടവും. പക്ഷേ അത് കീഴ്മേൽ മറിച്ച് അട്ടിമറിച്ചുകൊണ്ടാണ് സൂഫി തഫ്സീർ
അള്ളാഹു ഒരു വലിയനെ പോക്കിയിട്ടുണ്ട് എങ്കിൽ മറ്റൊരു വലിയനെ കൊണ്ടുവരും, ഈ പോയ വലിയനേക്കാൾ ഉത്തമമായത് അല്ലെങ്കിൽ അതുപോലുള്ളത് എന്നാണ് പറയുന്നത്. ഇவ்விധം സൂഫികൾക്ക് കുറേ പിഴച്ച വാദങ്ങളും പിഴച്ച ആദർശങ്ങളും അവരുടെ വാക്കുകളായി അതേപോലെ തന്നെ അവരുടെ തഫ്സീറുകളായി ഉണ്ട്. അതുകൊണ്ടാണ് സൂഫികൾ ഇസ്ലാമിൻ്റെ സുന്ദര മുഖത്തെ ഏറെ കരിവാരി തേക്കുകയും വികൃതമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറയുകയുണ്ടായത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം ആളുകളെ തനി കപടന്മാരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിലും മറ്റുമൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. കാഫിരീങ്ങൾക്കും ഫുജ്ജാറിനും ഇസ്ലാമിനെ തകർക്കുവാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് സഹായം ചെയ്യുന്ന മുനാഫിക്കുകൾ എന്നാണ് ഇത്തരം ആളുകളെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ? ഈ സൂഫികൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉണ്ടാക്കിയതായ അപകടങ്ങൾ ചില്ലറയല്ല എന്നുള്ളതിന്. ഇസ്ലാമിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തകർക്കുവാൻ ഇവർ പറ്റിയ ആയുധമാണ് എന്നുള്ളത് ശത്രു വായിച്ച് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കിഴക്കും പടിഞ്ഞാറും സൂഫികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിനെതിരുള്ള ആയുധങ്ങൾക്ക് അവർ മൂർച്ച കൂട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂഫികളെ കൊണ്ട് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെ കൊഴിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂഫികൾ പൂർവികരെ, സച്ചരിതരായ മുൻഗാമികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ ആദർശങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ ഈ ഇബ്നു അതാഉല്ലാ സിക്കന്ദരി എന്ന് പറയുന്ന വ്യക്തി കണ്ടുമുട്ടിയ ഒരു സംഭവം ഇவ்விധം രേഖപ്പെടുത്തിയതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 728 മരണപ്പെടുന്നത്. ഈ അസിക്കന്ദരി ഹിജ്റയുടെ 709 മരണപ്പെടുന്നത്. അപ്പോൾ സമകാലീനരാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു കഥ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സിക്കന്ദരിയെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കണ്ടുമുട്ടിയപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ ഹൃദ്യമായി സ്വീകരിക്കുകയും ഞാൻ ഏറെ ആക്ഷേപിച്ചിട്ടും നിങ്ങൾ എന്നെ തേടി എത്തിയല്ലോ എന്ന് പറഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാമിനെ ഫഖീഹ് എന്ന് വിശേഷിപ്പിച്ച് വിളിക്കുകയുണ്ടായി എന്നൊക്കെയാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു എന്നാണ്, അതാണ് നമ്മൾ ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. ആരിഫു അന്നക മാ തഅമ്മത ഈദായി, എനിക്കറിയാം ഇബ്നു അതാഉല്ലാ നിങ്ങൾ എന്നെ ഉപദ്രവിക്കൽ ബോധപൂർവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. വലാകിന്നഹുൽ ഖിലാഫു ഫിർ റഅയി, നമ്മൾ തമ്മിലുള്ളത് കേവലം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു എന്നാണ്. ഇവിടെ ഇബ്നു അതാഉല്ലാ സിക്കന്ദരിയുടെ അടുക്കൽ കേവലം നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം. നമ്മൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇബ്നു അതാഉല്ലാ സിക്കന്ദരിയെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഈ സംഭവം ശരിയാണോ? ചരിത്ര റിപ്പോർട്ടുകളെ മുന്നിൽ വെച്ചിട്ട് പലരും അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ ചിലർ പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അതാഉല്ലാ സിക്കന്ദരിയെ കണ്ടുമുട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇബ്നു അതാഉല്ലാ സിക്കന്ദരി മരിക്കുന്നത്
കൈറോവിലാണ്. അത് 709 ജുമാദുൽ ആഖിറയിലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആ കാലഘട്ടത്തിൽ ജയിൽവാസത്തിലാണ്. 709 ഷവ്വാൽ മാസത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കാഹിറയിലെത്തുന്നത്, കൈറോവിലെത്തുന്നത് എന്നാണ്. ഇപ്പോൾ ജുമാദുൽ ഉഖ്റ കഴിഞ്ഞ് റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഈ അസിക്കന്ദരിയെ കണ്ടുമുട്ടാൻ തരമില്ല എന്ന് ചരിത്ര റിപ്പോർട്ടുകളെ മുന്നിൽ വെച്ച് പല പണ്ഡിതന്മാരും പഠനം നടത്തിയിട്ടുണ്ട്. ചിലർ ആ വിഷയത്തിൽ 2 വരി കവിത പറഞ്ഞത് ഏറെ കൗതുകമുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കേൾപ്പിക്കാം. ഐനൽ മുൻകിഹു സുറയ്യ സുഹൈലൻ അംറുക അല്ലാഹ് കൈഫ യൽതഖിയാനി ഹിയ ഷാമിയത്തുൻ ഇദ മസ്തഖല്ലത് വസുഹൈലുൻ ഇദ ഇസ്തഖല്ല യമാനി. എന്താ? സുറയ്യ നക്ഷത്രത്തെ സുഹൈലിനെ കൊണ്ട്, സുഹൈൽ എന്നുള്ളതൊരു നക്ഷത്രമാണ്, സുറയ്യയും ഒരു നക്ഷത്രമാണ്. സുഹൈൽ ഉഷ്ണകാലത്തിൻ്റെ ഒടുക്കം പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം അത് ഉദയം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലല്ല, വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഇത് തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതല്ല. പക്ഷേ സുഹൈലിനെ കൊണ്ട് സുറയ്യയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ അള്ളാഹുവാണ്, എങ്ങനെ നിനക്ക് കല്യാണം കഴിപ്പിക്കാൻ സാധിക്കും? അവർ കണ്ടുമുട്ടുമല്ലോ. ഹിയ ഷാമിയത്തുൻ, സുറയ്യ ഷാമകാരിയാണ്. സുഹൈലോ, സുഹൈലുൻ ഇദ ഇസ്തഖല്ല യമാനി, അത് യമനിയുമാണ്. അപ്പൊ എങ്ങനെയാണ് ഒന്നിക്കുക? ഈ കവിത പറഞ്ഞത് എന്തിനാ? ഒരിക്കലും ഇബ്നു അത്താഉല്ലാ സിക്കന്ദരിയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും ഒന്നിച്ചു കണ്ടുമുട്ടാൻ ഒരു തരവുമില്ല. പിന്നെ എങ്ങനെയാണ് കെട്ടിപ്പിടിക്കല്? പിന്നെ എങ്ങനെയാണ് ഹൃദയമായി സ്വീകരിക്കല്? പിന്നെ എങ്ങനെയാണ് പൊരുത്തപ്പെടിക്കല്? പിന്നെ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ കേവലം അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയൽ? ഇതാണ് അவ்விധം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ആളുകൾക്ക് നൽകിയ മറുപടി. ഈ ദുക്തൂർ അസയ്യിദ് ജമീൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾ മുനാദറാത്തു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മഅ ഫുഖഹാഇ അസ്രിഹി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് തൻ്റെ സമകാലീനരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോടുള്ള വാദപ്രതിവാദം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കുറേ കാര്യങ്ങൾ വിവിധം അയാൾ കോറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. അതിൽ നിന്ന് ചില ഭാഗങ്ങളെടുത്ത് നമ്മുടെ നാട്ടിലെ ചില ആളുകളും പ്രചരിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം അയാളായിട്ട് കണ്ടുമുട്ടിയോ വാദപ്രതിവാദം നടത്തിയതൊക്കെ കൂടുതൽ പഠനം അർഹിക്കുന്നതായ വിഷയമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അഭിമുഖവും കണ്ടുമുട്ടലും അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് പലരും തീർത്തു പറയുന്നത്. ഏതായാലും ആരാണ് ഇബ്നു അത്താഉല്ലാ അസ്സിക്കന്ദരി എന്നുള്ളത് അയാളുടെ ഗ്രന്ഥത്തിൽ നിന്ന് അയാളുടെ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ ഏറെ ബഹുമാനം കൽപ്പിച്ച് പറഞ്ഞു പരത്തേണ്ട ഒരു കഥാപാത്രമല്ല ഇബ്നു അത്താഉല്ലാ അസ്സിക്കന്ദരി എന്ന് നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂഫികൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഇസ്ലാമിൻ്റെ ആദർശത്തിലും അഖീദയിലും അവർ കടത്തിക്കൂട്ടിയതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളമാണ് എന്നുള്ളത് നമുക്കറിയാം. ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും അവർ കടത്തിക്കൂട്ടിയതായ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ബലിയാടുകളാണ് ഇത്തരം വ്യക്തിത്വങ്ങൾ. ഇബ്നു അത്താഉല്ലാ സിക്കന്ദരിയെ പോലുള്ളതായ ഇത്തരം വ്യക്തിത്വങ്ങൾ അവർ വലിച്ചിട്ടതായ ഇത്തരം വാദങ്ങളും അതേപോലെ തന്നെ വറോലകളും അത് എത്രമാത്രമാണ് മുസ്ലിമീങ്ങളെ പിഴപ്പിച്ചിട്ടുള്ളത്. ഹൈന്ദവ ദർശനങ്ങളിലെ പല ആശയങ്ങളും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയത് സൂഫികളാണ്. ഗ്രീക്ക് തത്വചിന്തകൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയത് സൂഫികളാണ്. അതേപോലെ ഷീസത്തിന്റെ പല അപകടങ്ങളും ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ അവതരിപ്പിച്ചത് സൂഫികളാണ്. ഷിയാക്കൾ
ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ അവർ ഒതുങ്ങുകയായിരുന്നു. ചില പ്രത്യേക നാടുകളിൽ അവർ അറിയപ്പെടുകയും അവിടെ അവർ പരിമിതമാവുകയുമായിരുന്നു. എന്നാൽ സൂഫികൾ അങ്ങനെയല്ല. സൂഫികൾ സാധാരണക്കാർക്കിടയിൽ പരക്കുകയും ഹൃദയങ്ങളിൽ സ്ഥാനം നേടുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഷിയാക്കൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ആദർശത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ തരപ്പെട്ട് കണ്ട കോണിയായിരുന്നു സൂഫികൾ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നോക്കി നിങ്ങൾ, ഷിയായിസത്തിൻ്റെ വളിപ്പുകൾ എന്തെല്ലാം അവരുടെ നാടുകളിലും അവരുടെ ആചാരങ്ങളിലും ഉണ്ടോ, അതിൻ്റെ തനി പകർപ്പ് മുസ്ലിമീങ്ങളിൽ, സാധാരണക്കാരിൽ, പ്രത്യേകക്കാരിൽ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് അവിടെയുള്ള ഈ ആദർശ വിഴുപ്പുകൾ ഈ സാധാരണക്കാരിലേക്ക് അവരുടെ ആദർശമായിട്ട് എത്തിയത്? അതിന് ഏണിയായി, പാലമായി വർത്തിച്ചത് സൂഫിസമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളതായ ചിന്തകളും ഇതുപോലുള്ള ആളുകളും തൗഹീദിൻ്റെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുക എന്നുള്ളതും വലിയ വലിയ ആളുകളായിട്ട് അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതും ഏറെ അപകടകരമാണ്. അതൊരിക്കലും നമ്മുടെ വേദികളിലും നമ്മുടെ ആളുകളിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വിഷയമാണ്. വ്യക്തിവിരോധങ്ങളും അതേപോലെ തന്നെ ചില ആളുകളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും അവരെ അന്ധന്മാരാക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ അന്ധത ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്, എന്താണ് പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ളത് അത്തരക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർ അന്ധതയിലായിട്ട് മാറും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തും ഇസ്തിഖാമത്തും കനിയുമാറാവട്ടെ. തൗഹീദിൻ്റെ വാക്താക്കൾ, തൗഹീദിൻ്റെ ശത്രുക്കൾക്ക് പ്രചാരകരാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ മുസീബത്താണ്. അള്ളാഹു അത്തരം മുസീബത്തുകളിൽ നിന്ന് നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സൂഫി ചിന്തകൾ എന്ന പേരിൽ ഏതാനും കാര്യങ്ങളാണ് കേട്ടത്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ അതിൽ നിന്ന് ഏതാനും ചിന്തകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. പിഴവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നികത്തുമാറാവട്ടെ. അള്ളാഹു എൻ്റെ മഹത്തായ മഹത്തായ ഫളിനാൽ അവൻ്റെ കാരുണ്യം നമ്മളിൽ ചൊരിയുമാറാവട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു വിശാലത കനിയുമാറാവട്ടെ. അള്ളാഹു അവനെ വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഫ്വും ആഫിയത്തും നമുക്ക് കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും സുരക്ഷ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.